നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അതൊരു ശത്രുവിനല്ല, അപരിചിതനല്ല. നമുക്ക് അത്രമേൽ വേണ്ടപ്പെട്ട, നമ്മൾ അത്രമേൽ വിശ്വസിച്ച, നമ്മൾ അത്രമേൽ സ്നേഹിച്ച അയാൾക്കായിരിക്കും. നമ്മളെ നന്നായിട്ട് അറിയാവുന്ന, എന്നും വിളിച്ചിരുന്ന, മെസ്സേജ് അയച്ചാൽ പോലും ഇമോഷൻസ് കൺവേ ചെയ്യാൻ കഴിഞ്ഞിരുന്ന, നമ്മളുടെ ഒരു ചെറിയ ഭാവമാറ്റത്തിൽ പോലും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ അവർ ആരുമല്ലാതാക്കുന്ന ഒരവസ്ഥ. എന്തായിരിക്കും അതിന് കാരണം? ചില സന്ദർഭങ്ങളിൽ അതിനുള്ള കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് റീപ്ലേസ്മെന്റായി അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരുമ്പോൾ അവർ നമുക്ക് തന്നിരുന്ന പ്രയോറിറ്റി മാറും. ചിലപ്പോൾ അതാവും അവിടെ മാറ്റത്തിലെ പ്രധാന കാരണം. പിന്നീട് അവിടെ ഫോണിലെ ചാറ്റ് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ കോണ്ടാക്ട് അൺപിന്നാവും. പകരം അവിടെ മറ്റൊരു പിണ്ട് കോണ്ടാക്ട് വരും. ദിവസങ്ങളോളം വാത്തോരാതെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന മെസ്സേജുകളൊക്കെ നമ്മുടെ ഓർമ്മകൾ കിടന്ന് ചിതലരിക്കും. പരസ്പരം ചിരി പറയുന്ന തമാശകളൊക്കെ നമ്മെ കുത്തി നോവിക്കും. അങ്ങനെ ഒറ്റപ്പെടലിന്റെ ശൂന്യതയിൽ വീണുകൊണ്ടേയിരിക്കും. അങ്ങോട്ട് തോന്നുന്ന താല്പര്യം എപ്പോഴും ഇങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവരുടെ ഇറങ്ങിപ്പോക്കിൽ നമ്മൾ ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിലെ ആവേശത്തിൽ ആരെയും പ്രിയപ്പെട്ടതാക്കരുത്. പിന്നീട് അവരിലെ ഓരോ മാറ്റങ്ങളും ഒരു വെടിയുണ്ട തുളച്ച് കയറുന്ന പോലെ നമ്മളെ വേദനിപ്പിച്ചെന്ന് വരും.